അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ MK റാം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ 5 ദിവസത്തേക്കാണ് തലശ്ശേരി SC/ST കോടതി റാമിനെ കസ്റ്റഡിയിൽ വിട്ടത്. കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലായിരുന്നു. കോടതി പ്രൊഡക്ഷൻ വാറന്റ് നൽകിയതിനാലാണ് റാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ഓഗസ്റ്റ് 1 പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കണം. പുതുതായി രൂപീകരിച്ച ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഡിവൈഎസ്പി ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രനാണ് മേൽനോട്ടം വഹിക്കുന്നത്. റാമിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പുറമെ കണ്ണൂർ ഡെന്റൽ കോളേജിലും സംഭവസ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘത്തിന് പദ്ധതിയുണ്ട്. നിതിൻ രാജിന്റെ മാതാപിതാക്കളുടെയും മറ്റ് സാക്ഷികളുടെയും മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ ജാതി അധിക്ഷേപവും മാനസിക പീഡനവും ആരോപിച്ച് റാമിനെതിരെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള വകുപ്പുകളും SC/ST അതിക്രമ നിരോധന നിയമവും ചുമത്തി കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും പിന്നീട് സുപ്രീംകോടതിയും തള്ളിയിരുന്നു. റാമിന്റെ പെരുമാറ്റത്തെ മനുഷ്യത്വരഹിതമെന്ന് വിശേഷിപ്പിച്ച സുപ്രീംകോടതി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നും നിരീക്ഷിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.